കവിതരണ പരവാണ്ട ലീല ലസിതം സരി ഗസരി മപദവദ രി സനിദ നിദ പമഗരി സരി മഗരി മപദവമ പദ സാനിദ നിദ പമപ ഗരി സദ രി സദ സദാ ഗരി നിദ മഗരി സദാ ഭാവയാമി രഘുരാമം. കൃഷ്ണ പ്രഭു ഇത് कुंज बिहारी जय राधा माधव कुंज बिहारी जय गोपी जन वल्लभ गिरिवरधारी जय गोपी जन वल्लभ गिरिवरधारी यशोदा नंदन ब्रज जन रंजन यशोदा नंदन ब्रज जन रंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभु बदा जय प्रभु बदा जय प्रभु बदा शील प्रभु बदा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा शील गुरुदेवा निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। हरि ओम तत्सत्। ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം ശ്ലോകം 7. എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് തുടങ്ങാം. ശ്ലോകം 7, അധ്യായം 2, ശ്ലോകം 7. ഭർപ്പണ്യദോഷോപഹതാ സ്വഭാവാ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢഛേദാ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദി മാം ത്വാം പ്രപന്നം. ഭർപ്പണ്യദോഷോപഹതാ സ്വഭാവാ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢഛേദഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദി മാം ത്വാം പ്രപന്നം. ഭർപ്പണ്യദോഷോപഹതാ സ്വഭാവാ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢഛേദഃ യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദി മാം ത്വാം പ്രപന്നം.
ദൗർബല്യം കൊണ്ട് ആത്മീയ നിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നാൽ. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ. പ്രകൃതിയാ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഓരോ അടിവയ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ധാർമ്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണ്. താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു ആത്മീയാചാര്യന്റെ സഹായം തേടണമെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും വിധിക്കുന്നുണ്ട്. ആരും കൊളുത്താതെ തന്നെ ആളിക്കത്തുന്ന കാട്ടുതീ പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ. ജീവിതത്തിൽ ആഗ്രഹിക്കാതെ തന്നെ വിഭ്രാന്തികൾ വന്നുപെടുന്നു. ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. കാട്ടുതീ ആർക്കും ആവശ്യമില്ലെങ്കിലും അത് കത്തിപ്പടരുക തന്നെ ചെയ്യും. നമ്മൾ സംഭ്രാന്തരാകും. ജീവിതത്തിലെ സംഭ്രാന്തികളിൽ നിന്ന് മോചനം കൈവരിക്കാനും ശാസ്ത്രസമ്മതമായ പരിഹാരം നേടാനുമായി കൊണ്ട് ഒരാൾ പാരമ്പര്യമുള്ള ആത്മീയ ഗുരുവിനെ സമീപിക്കേണ്ടതെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നു. വിശ്വാസ്യനായ ആത്മീയ ഗുരുവിനെ ലഭിച്ച ഒരു വ്യക്തി എല്ലാം അറിയേണ്ടതാണ്. ഭൗതികമായ സംഭ്രമങ്ങളിൽ പെട്ട് ഉഴലാതെ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കും. അതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. വളരെ നീളം കൂടിയ ഒരു ഭാവാർത്ഥമാണ് പ്രഭുപാദ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് അത് മുഴുവൻ വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിന്റെ ചുരുക്കം നോക്കാം. ശരിക്കും പറഞ്ഞാല് ഇത് അർജുനനോടാണ് പറഞ്ഞതെങ്കിലും ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ള ഒരു ശ്ലോകമല്ലേ എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഓം അജ്ഞാനത്തിമിരന്തസ്യ ജനാഞ്ജനാശലാക്കയ ചക്ഷുർമീലസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരി വാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശിവാസാരി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അർജുനന് ഭഗവാൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഭഗവാനോട് തന്നെ ചോദിക്കാമായിരുന്നു. ഭഗവാന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, അല്ലെ? അപ്പോഴൊന്നും ചോദിക്കാൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ, അല്ലെ, വ്യക്തിരൂപേണ ഭഗവാൻ നിൽപ്പില്ല, അല്ലെ? പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ തന്നെ ആശ്രയിക്കും. എങ്കിലും നമുക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഒരു ആശ്രയം. ഇവിടെ ഭഗവാൻ നമ്മുടെ ഫ്രണ്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആചാര്യന്മാര്, അല്ലെ, നമ്മുടെ ഗുരുക്കന്മാര്, ആത്മീയ ഗുരുക്കന്മാര്, അവരെ നമ്മള് എന്താണ് സറണ്ടർ ചെയ്യണമെന്നാണ് ഈ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? ദോഷമില്ലാത്തവരാരുമില്ല, ക്ലേശങ്ങളില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും തന്നെ അവരുടേതായ രീതിയിലുള്ള ക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെ? ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല അങ്ങനെ ഒരാൾ, അല്ലെ? ഒരു വിഷമം ഇല്ലാത്ത ഒരാൾ ആരും ഉണ്ടാവില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, അല്ലെ? പലർക്കും പല രീതിയിലാണ് അവരുടേതായ വിഷമം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നാളെ ഒരു 25,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുമായിരുന്നു, ആ കാര്യം സാധിക്കാമായിരുന്നു. ആ ഒരു വിഷമമാണ് ഇപ്പൊ എന്നെ അയക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ വിചാരിക്കും, അല്ലെ? വലിയൊരു ധനികനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു 25 കോടി മറിക്കണം, അതാണ് പ്രശ്നം, അല്ലെ? അത് എവിടെ നിന്ന് കിട്ടുമെന്നായിരിക്കും അദ്ദേഹം ആലോചിക്കും. അതിനെക്കാളും വലിയൊരു ധനികനാണെങ്കിൽ 250 കോടി നാളെ റെഡിയാവണം, അതെങ്ങനെ ചെയ്യാം എന്നായിരിക്കും അദ്ദേഹം ആലോചിക്കും, അല്ലെ? അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ തോതിലനുസരിച്ചിട്ട് അവരുടേതായ ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത ഒരാള് ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഈ ലോകത്തേക്ക് വരത്തില്ല. അദ്ദേഹം ഭഗവാന്റെ അടുത്ത് തന്നെ ഉണ്ടാവും, അല്ലെ? അവിടെ എന്തൊക്കെയോ കുരുത്തക്കേട് കാണിച്ചത് കൊണ്ടാണ്, മനസ്സിലുള്ള, അല്ലെ, എന്തോ ദുശ്ചിന്ത വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂലോകത്ത് വന്നിട്ട് ഈ വിഷമങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ടായത്, അല്ലെ? അല്ലെ? ഇവിടെ യാതൊരു സന്തോഷവും കിട്ടുന്നില്ല. നമ്മളെല്ലാരും വിചാരിക്കണം ഇവിടെ ഭയങ്കര സന്തോഷമാണ്. ദുഃഖാലയം അശാശ്വതമാണ്. ഭഗവാൻ അത് അന്നേ പറഞ്ഞതാ, നമ്മളത് കേട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്, ഞാൻ പോയി
ആനന്ദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചാടി പുറപ്പെട്ട് താഴോട്ട് വന്നത് അല്ലെ. കോടാനുകോടി ജന്മങ്ങൾ എടുത്തിട്ടും സുഖം അനുഭവിച്ച് നമുക്ക് മതിയായിട്ടില്ല അല്ലെ. ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ ജനിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്തല്ലേ ഭഗവത് ഇതിലേക്ക് വരും. എങ്കിൽ മാത്രമേ നമുക്ക് നാമം ജപിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കൊരു ആചാര്യനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ ഗുരുവായി. അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ അല്ലെ. നമ്മുടെ ഗുരുക്കന്മാർ, നമ്മളെ ദീക്ഷാ ഗുരു നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഭഗവാനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്താൻ പറ്റും. അങ്ങനെ പിടിച്ചോണ്ട് പോകാൻ ഒരാളില്ല എങ്കിൽ നമ്മൾ അന്താളിച്ച് നിൽക്കത്തേ ഉള്ളൂ. നമുക്ക് അവിടെ പ്രവേശനം കിട്ടത്തില്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ജയവിജയന്മാർ നിൽപ്പുണ്ട്. അവർ നമ്മളെ തടഞ്ഞു നിർത്തും അല്ലെ. ഹു ആർ യു ചോദിക്കും അല്ലെ. അങ്ങനെ ചോദിക്കുന്നതായെങ്കിൽ നമ്മള് അത്രയും അതോറിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ പിടിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അവിടെ എന്താണ് പ്രവേശനം ലഭിക്കുമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാർപ്പണ്യ ദോഷോ അഹദാ സ്വഭാവ ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അത് ജീവിതത്തിന്റെ വഴിത്തിരിവാണ്. കാർപ്പണ്യ ദോഷം അല്ലെ. എന്ത് ദോഷമാണ്? പിശുക്കാണ് അല്ലെ. നമുക്ക് എന്തോ പിശുക്കുണ്ട്. ദോഷ എന്നാൽ തെറ്റ് എന്നർത്ഥം. ഒരാൾ തന്റെ സ്ഥാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തപ്പോൾ അതാണ് തെറ്റ്. ഇതിനെ പിശുക്ക് എന്ന് വിളിക്കുന്നു. അതിനാൽ എല്ലാവർക്കും അവന്റെ സ്വാഭാവികമായ പ്രവണതകൾ സ്വഭാവം ലഭിച്ചു. യസ്യ ഹി സ്വഭാവസ്യ തസ്യാസു ദുരതിക്രമ സ്വാഭാവിക പ്രവണതകൾ. യസ്യഹീയ സ്വഭാവസ്യ തസ്യസു ദുരിതക്രമ എന്ന സാധാരണ ഉദാഹരണം. ഒന്ന് ശീലം, രണ്ടാമത്തേത് സ്വഭാവം അല്ലെ. നമുക്ക് ചില ശീലങ്ങളുണ്ട്, നമുക്ക് ചില സ്വഭാവങ്ങളുണ്ട്. ഏതെങ്കിലും വിധത്തിൽ സ്വഭാവമുള്ളവരാ അല്ലെ, അത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് അല്ലെ പിന്തുടർന്ന് വരുന്ന ഒരു സ്വഭാവം, അത് പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഉദാഹരണം നൽകിയിരിക്കുന്നു. ശ്വായതി ക്രിയതേ രാജസ കിം നസു ഉപർഹണം. പട്ടിയെ രാജാവാക്കിയാൽ അവൻ ചെരുപ്പ് നക്കില്ല എന്നാണ് അല്ലെ. ഒരു നായെ, അലിഞ്ഞു നടക്കുന്ന ഒരു നായെ പിടിച്ച് നമ്മൾ രാജാവാക്കിയാൽ എന്ത് ചെയ്യും? ചെരുപ്പ് നക്കുന്നതാണ് നായയുടെ സ്വഭാവം. അതിനാൽ നിങ്ങൾ അവനെ ഒരു രാജാവിനെ പോലെ അണിയിച്ചൊരുക്കി സിംഹാസനത്തിൽ ഇരുത്തിയാലും ഈ ഒരു ചെരുപ്പ് കണ്ട ഉടനെ അവൻ ചാടി വീണ് അത് നക്കാൻ തുടങ്ങും. കാര്യം എന്താണ്? അവന്റെ സ്വഭാവം അതാണ്. ഇതിനെ സ്വഭാവം എന്ന് വിളിക്കുന്നു, കാർപ്പണ്യ ദോഷ. അതിനാൽ ജന്തു ജീവിതത്തിൽ ഭൗതികമായ ഊർജം നൽകുന്ന പ്രകൃതിയെ മാറ്റാൻ കഴിയില്ല. പ്രകൃതിയെ ക്രിയമാണ് നീ നമ്മളെ 3-ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കാരണം ഗുണസംഗസ്യ അല്ലെ. കാരണം ഗുണസംഗസ്യ സദ് അസദ് ജന്മയോനിഷു. എന്താണ്? അതിനാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും ദൈവത്തിന്റെ ഭാഗവും അല്ലെ. നമ്മൾ വി ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സുപ്രീം ലോ, ഭാഗമാണ്, അംശമാണ്. അതിനാൽ യഥാർത്ഥത്തിൽ ജീവിയുടെ സ്വഭാവം ദൈവത്തെ പോലെ മികച്ചതാണ്. ലളിതമായി പറഞ്ഞാൽ ഇത് അളവിന്റെ ചോദ്യമാണ്. എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് സംശയം. ഗുണനിലവാരം ഒന്ന് തന്നെയാണ്. മമേ വാംശു ജീവഭൂത നമ്മൾ കേട്ടിട്ടുണ്ട്. 15-ാമത്തെ അധ്യായത്തില് ഈ ശ്ലോകം കണ്ടിട്ടുണ്ട്. ഒരേ ഉദാഹരണം, നിങ്ങളൊരു തുള്ളി കടൽ ജലം എടുത്താൽ ഗുണനിലവാരം, രാസഘടന ഒന്ന് തന്നെയാണ്. പക്ഷെ അളവ് വ്യത്യസ്തമാണ്. കടലിങ്ങനെ കിടക്കുവാണ്, നമ്മളെ കുമ്പിളിലിരിക്കുന്ന വെള്ളം കുറച്ചേ ഉള്ളൂ അല്ലെ. അതൊരു തുള്ളിയാണ്. കടൽ വിശാലമായ സമുദ്രം. അതുപോലെ നമ്മൾ ഭഗവാന്റെ അതേ ഗുണനിലവാരമുള്ളവരാണ്. നമുക്ക് പഠിക്കാം എന്തുകൊണ്ടാണ് ആളുകൾ ദൈവം വ്യക്തിത്വം ഇല്ലാത്തവനാണെന്ന് പറയുന്നത് അല്ലെ. നമ്മളും അതേ നിലവാരമാണ് ഉണ്ടെങ്കിൽ, ദൈവവും ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എങ്ങനെ ആൾമാറാട്ടമാകും? ഗുണപരമായി നമ്മൾ ഒന്നാണെങ്കിൽ നമുക്ക് വ്യക്തിപരമായി തോന്നുന്നത് പോലെ എന്തുകൊണ്ടാണ് ദൈവത്തെ വ്യക്തിത്വം നിഷേധിക്കുന്നത്? ഇത് മറ്റൊരു അസംബന്ധമാണ് അല്ലെ. അപ്പോൾ വ്യക്തിത്വം ഇല്ല എന്ന് പറയുന്നത്, ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നത് അസംബന്ധമാണ് അല്ലെ എന്നാണ് പ്രഭുപാദർ പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെ. ബൈബിളില് മനുഷ്യൻ ദൈവത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ നിലവാരം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗുണം പഠിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ഗുണം പഠിക്കാൻ കഴിയും. ലളിതമായ വ്യത്യാസം അളവ് വ്യത്യസ്തമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ സെയിം എന്താണ് സ്വഭാവങ്ങളെല്ലാം നമുക്കുണ്ട്, പക്ഷെ അളവിൽ വ്യത്യാസമാണ് അല്ലെ. ഗുണത്തിൽ ഒന്ന് തന്നെയാണ്. എനിക്ക് കുറച്ച് ഗുണനിലവാരമുണ്ട്, കുറച്ച് ഉൽപാദന ശേഷിയുണ്ട്, നമ്മൾ ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
ഓരോ ആത്മാവും എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കും. എന്നാൽ അവന്റെ ഉൽപാദനത്തെ ദൈവത്തിന്റെ ഉൽപാദനവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല, അല്ലേ? ഭഗവാൻ സൃഷ്ടിക്കുന്നവന് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്, ഭഗവാൻ സൃഷ്ടിക്കുന്നുണ്ട്. ഭഗവാൻ സൃഷ്ടി എൻറ്റയർലി ഡിഫറെന്റ്. നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നമ്മൾ സ്ഫടികം കണ്ടെത്തി, അല്ലെ? അത് ചന്ദ്രഗ്രഹത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ വളരെ അഭിമാനിക്കണം. പറക്കുന്ന ഗ്രഹങ്ങൾ, അത് നമ്മൾ അഭിമാനിക്കാനൊന്നുമില്ല, അല്ലെ? കാര്യം എന്താണ്? അത് എപ്പോഴെങ്കിലും തിരിച്ചു വരും. എന്നാൽ ഈശ്വരൻ ഭഗവാൻ അനേകം പറക്കുന്ന ഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ട്രില്യൺ ഗ്രഹങ്ങള് അവിടെയുണ്ട്. മനുഷ്യർ കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ അവരാരെയും ദശലക്ഷക്കണക്കിന് ട്രില്യൺ കണക്കിനുള്ള ഗ്രഹങ്ങൾ കണ്ടിട്ടില്ല. അതൊന്നും അവരുടെ കണ്ണിൽ പെടാൻ പറ്റില്ല എന്നർത്ഥം, അല്ലെ? അവർക്ക് സുഗ്രാഹ്യമല്ല. വളരെ ഭാരമുള്ള ഗ്രഹങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു, അല്ലെ? ആ ഗ്രഹം എത്ര വലിയ വലിയ പർവ്വതങ്ങൾ, കടലുകൾ എന്നിവ വഹിക്കുന്നു. ഓരോ ഗ്രഹത്തിനകത്തും പർവ്വതങ്ങളും കടലുകളും മനുഷ്യരും, അല്ലെ, കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്, കാടുകൾ. പക്ഷെ ഇപ്പോഴും അത് പറക്കുന്നു. അത് പറക്കുന്നു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ, അല്ലെ, ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ താഴെ വീഴാതെ നിൽക്കുന്നു എന്നാണ്, പൊങ്ങിക്കിടക്കുന്നു. അത് ഒരു പരുത്തി കൈലേസിന്റെ എന്താണ് പോലെ വായുവിൽ പൊങ്ങിക്കിടക്കുകയാണ്. ഒരു ലേസ് പോലെ, അല്ലെ, ചെറിയൊരു പഞ്ഞി പോലെ ഇങ്ങനെ വായിൽ പൊങ്ങിക്കിടക്കുക. ഇതാണ് ഭഗവാന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി. ഗമ്മവിഷ്യ, ഭഗവത്ഗീതയിൽ നമ്മൾ കാണും, അഹംധാരയായ ഊർജസ. ഈ വലിയ വലിയ ഗ്രഹങ്ങളെയെല്ലാം നിലനിർത്തുന്നത് ആരാണ്? വഹിക്കുന്നത് നമ്മൾ ഗുരുത്വാകർഷണം വിശദീകരിക്കുന്നു. അത് സംഘർഷനാണ്, സംഘർഷം, അല്ലെ? വഹിക്കുന്നത് എന്ന് ശാസ്ത്രത്തിൽ കാണാം. ഭഗവാനാണ് അതിങ്ങനെ താങ്ങി പിടിച്ചിരിക്കുന്നത്. അതിനാൽ ഗുണനിലവാരം ഒന്നു തന്നെയാണ്, എന്നാൽ അളവ് വ്യത്യസ്തമാണ്. അതിനാൽ ഗുണം ഒന്നു തന്നെയായതിനാൽ ഭഗവാനുള്ളതുപോലെ ദൈവത്തിനുള്ള എല്ലാ പ്രവണതകളും നമുക്കുണ്ട്. ശ്രീമതി രാധാറാണി എന്ന തന്റെ ആന്തരിക ശക്തിയാൽ ഭഗവാന് സ്നേഹപ്രകടനങ്ങൾ ലഭിച്ചു. അതുപോലെ നാം കൃഷ്ണന്റെ ഭാഗവും പാട്ടൻ പാർസലുമാണ്. ആയതിനാൽ ഈ സ്നേഹ പ്രവണത നമുക്കും ലഭിച്ചു, അല്ലെ? അപ്പൊ നമുക്കും ഭഗവാനെ സ്നേഹിക്കാനുള്ള ഒരു പ്രവണത ലഭിച്ചു. അതിനാൽ ഇത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ഭൗതിക പ്രകൃതിയുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ സമ്പർക്കത്തിൽ വരുന്നില്ല. അതിനാൽ ഭഗവാന്റെ പേര് അച്യുത, അല്ലെ, എന്നാണ്. അദ്ദേഹം ഒരിക്കലും വീഴില്ല, ച്യുതി സംഭവിക്കാത്തത്. അതാണ് അച്യുത എന്ന് പറയുന്നത്. എന്നാൽ നാം വീഴാൻ സാധ്യതയുള്ളവരാണ്, അല്ലെ? ച്യുതി സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. പ്രകൃതിയെ ക്രിയമാണാനി, നാം ഇപ്പോൾ പ്രകൃതിയുടെ സ്വാധീനത്തിലാണ്. പ്രകൃതിയെ ക്രിയമാണാനി ഗുണേ കർമാണി സർവശ, നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നാം വീഴുമ്പോൾ, അതായത് പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, നന്മ, അഭിനിവേശം, അജ്ഞത എന്നിവ ചേർന്നതാണ്. അതിനാൽ നമ്മളുടെ ഗുണനിലവാരത്തിൽ ഒന്ന് പിടിച്ചെടുക്കും. അതാണ് കാരണം ഗുണസംഘം. ഗുണസംഘം എന്നാൽ ജീവന്റെ വ്യത്യസ്ത ഗുണങ്ങളോടും ഗുണസംഘത്തോടും ആസ്യ ജീവസ്യയോടും സഹവസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതാണ് കാരണം. ഒരാൾക്ക് ചോദിക്കാം, ജീവികൾ ദൈവത്തെ പോലെ നല്ലതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ജീവി നായയും ഒരു ജീവി ദേവനും, അല്ലെ, ദേവനും ബ്രഹ്മവുമായി മാറിയത്? ഇപ്പോൾ ഉത്തരം കാരണമാണ്. കാരണം ഗുണസംഘസ്യ അസ്യ ജീവസ്യ ഗുണസംഘ. കാരണം അവനൊരു പ്രത്യേക ഗുണവുമായി ബന്ധപ്പെട്ടിരിക്കും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അല്ലെ? 3 ഗുണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ ഉപനിഷത്തിൽ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു. ഗുണസംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു? തീപ്പൊരികൾ പോലെ. ചിലപ്പോൾ തീപ്പൊരികൾ തീയിൽ നിന്ന് താഴേക്ക് വീഴുന്നു. തീപ്പൊരി താഴെ വീഴുന്നതിന് ഇപ്പോൾ 3 വ്യവസ്ഥകളുണ്ട്. തീപ്പൊരി ഉണങ്ങിയ പുല്ലിൽ വീണാൽ അത് ഉടൻ തന്നെ ഉണങ്ങിയ പുല്ലിനെ ജ്വലിപ്പിക്കും, തീ കത്തും. തീപ്പൊരി സാധാരണ പുല്ലിൽ വീണാൽ അത് കുറച്ചു സമയത്തേക്ക് കത്തുന്നു, എന്നിട്ട് അണഞ്ഞു പോകുന്നു, പിന്നെ അത് കെടുത്തിക്കളയും. എന്നാൽ തീപ്പൊരി വെള്ളത്തിൽ വീണാൽ ഉടൻ തന്നെ കെടുത്തിക്കളയും. അഗ്നിഗുണം, അല്ലെ? അഗ്നിയുടെ ഗുണം അല്ല, പെട്ടെന്ന് തന്നെ അത് കെടുത്തിക്കളയും. അതിനാൽ സത്വഗുണം എന്നിവയാൽ പിടിക്കപ്പെടുന്നവർ ബുദ്ധിയുള്ളവരാണ്. അവർക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മണനെ പോലെ തന്നെ. രജോ ഗുണത്താൽ പിടിക്കപ്പെട്ടവർ ഭൗതിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. തമോ ഗുണം നേടിയവർ അലസരും ഉറക്കമുള്ളവരുമാണ്. അത്രയേ ഉള്ളൂ. ഇവയാണ് ലക്ഷണങ്ങൾ. ഇപ്പൊ തമോ ഗുണത്തിലുള്ളവരാണ് കൂടുതൽ കിടന്നുറങ്ങുന്നത്, അല്ലെ? ഇന്ന് ഈ സത്സംഗത്തിൽ വരാതെ കിടന്നുറങ്ങുന്നവരെല്ലാവരും ഇപ്പൊ ഏത് ഗുണത്തിലാണ്? തമോ ഗുണത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ അവരുടെ ഏത് ഗുണത്തിലുള്ളതാണെന്ന്, അല്ലെ, അവരുടെ ചേഷ്ടകൾ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവർ ഏത് ഗുണത്തിലാണ് വർത്തിക്കുന്നത്.
തമോ ഗുണം എന്നാൽ അവൻ വളരെ മടിയന്മാരും ഉറക്കം ഉള്ളവരുമാണ്. അല്ലെ? രജോ ഗുണം എന്നാൽ വളരെ സജീവമായ, എന്നാൽ കുരങ്ങനെ പോലെ സജീവമാണ്. കുരങ്ങുകൾ വളരെ സജീവമാണ്, അല്ലെ? അവരൊരിക്കലും ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കും. പക്ഷെ അവയെല്ലാം അപകടകാരികളാണ്. ഉം. നമ്മള് ഒരിക്കലും നിഷ്ക്രിയമായി കാണില്ല. എപ്പോഴാണോ അത് ഇരിക്കുന്നത്, അത് അല്ലെ ഗട്ട് ഗ ഗട്ട് ഗട്ട് ഉണ്ടാക്കും, അല്ലെ? അതിനാൽ ഇവ പ്രവർത്തനങ്ങളാണ്, വിഡിത്തമാണ്. എന്നാൽ ഒരുവൻ നന്മയിലായിരിക്കുമ്പോൾ അവൻ ശാന്തനാണ്. ജീവിതത്തിന്റെ മൂല്യം എന്താണ്, എങ്ങനെ ജീവിക്കണം, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അവൻ മനസ്സിലാക്കാൻ കഴിയും. ആ ജീവിത ലക്ഷ്യം ബ്രഹ്മത്തെ മനസ്സിലാക്കുക എന്നതാണ്, അല്ലെ? നമ്മളെ ലക്ഷ്യം എന്താണ്? ബ്രഹ്മത്തെ മനസ്സിലാക്കുക. ബ്രഹ്മ, അല്ലെ? ജാനാതീതി ബ്രാഹ്മണ. അതിനാൽ നല്ല ഗുണം എന്നാൽ ബ്രാഹ്മണൻ എന്നാണ്. അതുപോലെ ക്ഷത്രിയ, അതിനാൽ അവർ ഗുണകർമ്മ വിഭാഗശ. ഗുണ ഗുണം കണക്കിലെടുക്കണം, അല്ലെ? അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നമ്മള് ഒരുതരം ഗുണം പിടിച്ചിരിക്കണം, അല്ലെ? ഇത് വളരെ കഠിനമാണ്. എന്നാൽ നമുക്ക് എല്ലാ ഗുണങ്ങളെയും ഉടനടി മറികടക്കാൻ കഴിയും. ഉടനെ എങ്ങനെ? ഭക്തിയോഗ പ്രക്രിയയിലൂടെ. സഗുണാൻ സമതിത്യതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. നമ്മള് ഭക്തിയോഗ പ്രക്രിയ എടുക്കുകയാണെങ്കിൽ ഈ 3 ഗുണങ്ങളായ നന്മ, അഭിനിവേശം, അജ്ഞത എന്നിവയാൽ നമ്മളെ സ്വാധീനിക്കുന്നില്ല. അത് ഭഗവത്ഗീത മാംച എന്താണ് അവ്യഭിചാരിണി ഭക്തിയോഗേന സേവതേ, അല്ലെ? ഇതിലും പറയുന്നുണ്ട്, ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരാളും അവ്യഭിചാരിണി, യാതൊരു വ്യഭിചാരണവും ഇല്ലാതെ, അല്ലെ? മറ്റൊരു ചിന്തയും ഇല്ലാതെ, നിശ്ചയദാർഢ്യമുള്ള ഭക്തിയുള്ള ശ്രദ്ധ, ഇത്തരം വ്യക്തി മാം വ്യഭിചാര യോഗേന, മാം ച അവ്യഭിചാരണ യോഗേന ഇത്യതാൻ, ഉടനെ അവൻ എല്ലാ ഗുണങ്ങൾക്കും അതീതനായി മാറും. മറ്റൊരു താല്പര്യവുമില്ലാതെ നമ്മൾ ഭക്തി സേവ തുടരുകയാണെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ ഗുണത്തിൽ നിന്നും അതീതനായി മാറും, അല്ലെങ്കിൽ അതൊന്നും നമ്മൾ ബാധിക്കില്ല എന്ന്. അതുകൊണ്ട് ഭക്തി സേവനം ഈ ഭൗതിക ഗുണങ്ങൾക്ക് ഉള്ളിലല്ല, അവ അതീന്ദ്രിയമാണ്. ഭക്തി അതീന്ദ്രിയം. അതിനാൽ ഭക്തിയില്ലാതെ നമുക്ക് കൃഷ്ണനെയോ ദൈവത്തെയോ മനസ്സിലാക്കാൻ കഴിയില്ല. ഭക്തിയാമാം അഭിജാനാതി, അല്ലെ? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവുമില്ല, എല്ലാ കാര്യവും അതിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, അല്ലെ, നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ഹരികൃഷ്ണ മഹാമന്ത്രം പറഞ്ഞിട്ട് ആ ഭഗവത്ഗീത ഒന്ന് തുറന്നു നോക്കി ഏതെങ്കിലും ഒരു ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആ ശ്ലോകത്തിൽ നമുക്ക് കിട്ടും, അല്ലെ? പ്രഭുപാദരുടെ ഭാവാർത്ഥം വളരെ മനോഹരമായിട്ട് എല്ലാ ശ്ലോകങ്ങളിലും എഴുതിയിട്ടുണ്ട്, അല്ലെ? ആ ഭാവാർത്ഥം വായിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് പോയാലും നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. അത്രയേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങള്, ഇല്ലേ? ഇതിനകത്ത് തീരാത്ത ഒരൊറ്റ പ്രശ്നവും നമ്മുടെ ഉള്ളിലില്ല. അത്ര നിസ്സാരമാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അപ്പോ അത് മനസ്സിലാക്കുക, ഗീതയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അല്ലെ? ഭയങ്കര പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ മാനുവലാണ്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ഭഗവാൻ നൽകിയിരിക്കുന്ന ഒരു മാനുവലാണ്. അതിനാണ് ആ പാവം അർജുനന് ആ കുരുക്ഷേത്ര യുദ്ധത്തിന് നടക്ക് നിർത്തിയിട്ട് ഇത് മുഴുവൻ വിവരിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്, അല്ലെ? ഭഗവാനെ അറിയാം ഇങ്ങനെ ഒരു കലിയുഗം വരുന്നുണ്ടെന്നും അതിനകത്ത് മുഴുവൻ മന്ദബുദ്ധികളാണെന്നും, അല്ലെ? അവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ ഭഗവാൻ അന്നേ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അർജുനന് നിർത്തി, അല്ലെ, നമുക്ക് വേണ്ടി അതെല്ലാം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് ഭക്തി സേവനം ഈ ഭൗതിക ഗുണങ്ങൾക്കുള്ളിലല്ല, അവ അതീന്ദ്രിയമാണ്, അതീന്ദ്രിയമാണ്. അതിനാൽ ഭക്തിയില്ലാതെ നമുക്ക് കൃഷ്ണനെയോ ദൈവത്തെയോ മനസ്സിലാക്കാൻ കഴിയില്ല. ഭക്തി അമാം അഭിജാനാതി, ഭക്തി അമാം അഭിജാനതി മാത്രം, അല്ലെങ്കിൽ അത് സാധ്യമല്ല. ഭക്തി അമാം അഭിജാനാതി യാവാൻ യസ് കാസ്മി തത്വത. യാഥാർത്ഥ്യം, യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഭക്തി പ്രക്രിയ, ഭക്തി സേവനം സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ മറികടക്കുക. അതിനാൽ ശ്രീമദ് ഭാഗവതത്തിൽ നാരദൻ പറയുന്നു, സ്വധർമ്മം കാരണാംബുജം ഹരേർ, അല്ലെ? 1-ാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്. ആരെങ്കിലും വികാരം കൊണ്ടുപോലും ഇത്തരത്തിലുള്ള ഗുണപ്രകാരമുള്ള തന്റെ തൊഴിൽപരമായ കടമ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. സ്വധർമ്മം എന്നാൽ ഒരാളുടെ കർത്തവ്യം അവൻ ആർജിച്ച ഗുണത്തിനനുസരിച്ചാണ്. അതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ അവർ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? ഗുണകർമ്മ വിഭാഗസ, ഗുണവും കർമ്മവും. അതുകൊണ്ട് ഇവിടെ അർജുനൻ പറയുന്നത് കാർപ്പണ്യ ദോഷവും ഭഗതാ സ്വഭാവ. ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ തെറ്റാണ് ചെയ്യുന്നത്, ഞാൻ യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുന്നു, അല്ലെ? 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്.
ഉം. അതിനാൽ ഇത് കാർപ്പണ്യ ദോഷമാണ്, പിശുക്ക് എന്ന് അവൻ മനസ്സിലാക്കുന്നു. പിശുക്കൻ എന്നാൽ ചെലവഴിക്കാൻ എനിക്ക് ചില മാർഗങ്ങളുണ്ട്, എന്നാൽ ഞാൻ ചിലവഴിക്കുന്നില്ലെങ്കിൽ അതിനെ പിശുക്ക് എന്ന് വിളിക്കുന്നു, അല്ലെ? ഇപ്പൊ ഒരാളുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്, അല്ലെ? നമ്മൾ അവിടെ പോയി ഒരു അത്യാവശ്യത്തിന് ഒരു എന്താണ് അമ്പലത്തിലെ ഒരു 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 എന്താണ് ഒരു ഉത്സവം നടക്കുകയാണ്, അതിന് കുറച്ച് കാശ് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലേ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ 1,00,000 രൂപ തരാം, സുഖമായിട്ട് തരാം. പക്ഷെ അയാൾ എന്ത് ചെയ്യും? ഒരു 100 രൂപ എടുത്ത് തരും. അതിന് നമ്മൾ എന്താ വിളിക്കുക? പിശുക്കല്ലേ? അപ്പൊ ഉണ്ട്, കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഉള്ളവര് ഇല്ലേ, ഒരു കാര്യത്തിന് ഒരു നല്ല കാര്യത്തിന് കൊടുക്കാതിരിക്കുമ്പോഴാണ് അതിന് പിശുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ, നമുക്ക് ഇഷ്ടംപോലെ ഭക്തിയുണ്ട്. പിശുക്കൻ എന്നാൽ ചെലവഴിക്കാൻ എനിക്ക് ചില മാർഗങ്ങളുണ്ട്, എന്നാൽ ഞാൻ ചെലവഴിക്കുന്നില്ലെങ്കിൽ അതിനെ പിശുക്ക് എന്ന് വിളിക്കുന്നു. കൃപാനാഥ, അല്ലെ? അതുകൊണ്ട് കൃപാനത, കൃപൻ. പുരുഷന്മാരിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്, ബ്രാഹ്മണനും ശൂദ്രനും. ബ്രാഹ്മണൻ എന്നാൽ അവൻ പിശുക്കനല്ല, അയാൾക്ക് അവസരം ലഭിച്ചു. ഈ മനുഷ്യ ശരീരത്തിന്റെ മഹത്തായ സ്വത്ത്, ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഈ മനുഷ്യ ശരീരം, അല്ലെ, എന്നാൽ അവൻ അത് ശരിയായി ഉപയോഗിക്കുന്നില്ല. അത് അതുകൊണ്ട് കണ്ടുകൊണ്ട് ഞാൻ എത്ര സുന്ദരിയാണ്, സുന്ദരനാണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ സൗന്ദര്യം ചെലവഴിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ സ്വത്ത് വിനിയോഗിക്കുക. മനുഷ്യൻ അതാണ് ബ്രാഹ്മണൻ, ഉദാര മനസ്കത. പിന്നെ ഏതത് വിരുദ്ധ്വാ പ്രയാതി സ ബ്രാഹ്മണ, അല്ലെ, ഗർഗോപനിഷത്തിൽ പറയുന്നത്, അറിയുന്ന ഒരാൾ. അതുകൊണ്ട് പ്രഹ്ലാദ് മഹാരാജൻ പറയുന്നു, ദുർലഭം മനുഷ്യജന്മം അധ്രുവം അർത്ഥപദം. തന്റെ, അല്ലെ, അദ്ദേഹം എന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം ക്ലാസ് എടുക്കുമായിരുന്നു, അല്ലെ, സുഹൃത്തുക്കൾക്ക് വേണ്ടി, അല്ലെ, സുഹൃത്തുക്കളിൽ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. ഹിരണ്യകശിപു എന്ന രാക്ഷസ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രഹ്ലാദ് മഹാരാജ്, അല്ലെ? ഒപ്പം അദ്ദേഹത്തിന്റെ ക്ലാസ് സുഹൃത്തുക്കളും അതേ വിഭാഗത്തിൽപ്പെട്ടവരും. അതുകൊണ്ടാണ് പ്രഹ്ലാദ് മഹാരാജ് അവരെ ഉപദേശിക്കാറ്. എന്റെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് കൃഷ്ണാബോധം വളർത്തിയെടുക്കാം. അപ്പോൾ മറ്റ് ആൺകുട്ടികളെ അവർക്ക് കൃഷ്ണാബോധത്തെ കുറിച്ച് എന്തറിയാം? പ്രഹ്ലാദ് മഹാരാജാവ് ജന്മത്തിൽ നിന്ന് തന്നെ മോചിതനായി. അപ്പോൾ അവർ പറഞ്ഞു, ഇതെന്താണ് കൃഷ്ണാബോധം? അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു, ദുർലഭം മനുഷ്യ ജന്മ തത് അഭി അദ്രുതം അർത്ഥപുതം, അല്ലെ? പ്രഹ്ലാദ് എന്ന് പറയുന്ന 5 വയസ്സായ കുഞ്ഞ്, ഹിരണ്യകശിപുവിന്റെ പുത്രൻ, അസുരന്റെ പുത്രൻ, അല്ലെ? എന്നാൽ പോലും അദ്ദേഹം ഭയങ്കര ഭക്തനായിരുന്നു ജനിച്ചപ്പോൾ, അല്ലെ? അദ്ദേഹം കൂടെ ഗുരുകുലത്തിൽ കൂടെ ഉണ്ടായിരുന്നവര്, അല്ലെ? സാർ അങ്ങോട്ട് പോകുമ്പോ അല്ലെങ്കിൽ ഗുരു അങ്ങോട്ട് മാറുമ്പോ, ഒരു ഇന്റർവ്യൂല് കിട്ടുമ്പോ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടിയിരുത്തിയിട്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എന്താ പറയുന്നത്? ഈ മനുഷ്യജന്മം വളരെ ദുർലഭമായിട്ടേ കിട്ടുള്ളൂ, നിങ്ങൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് ബാക്കിയെല്ലാം മറന്നിട്ട് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നും പറഞ്ഞിട്ട് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആര്? പ്രഹ്ലാദ് മഹാരാജ്. ഈ മനുഷ്യ ശരീരം ദുർലഭമാണ്, ലബ്ധ്വാ സുദുർലഭം ഇതം ബഹുസംഭവന്തേ. ഈ മനുഷ്യ ശരീരം ഭൗതിക പ്രകൃതി നൽകുന്ന വലിയൊരു ഇളവാണ്. ആളുകൾ വളരെ വിഡ്ഢികളുമാണ്. ഈ മനുഷ്യ ശരീരം എന്തിനാ നമുക്ക് തന്നിരിക്കുന്നത്? തിരിച്ചു ഭഗവാനിലേക്ക് പോകാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെ? അത് ഈ മനുഷ്യ ജന്മത്തിൽ മാത്രമേ നടക്കുള്ളൂ. വേറൊരു ജന്മം കിട്ടിയാലും നമുക്ക് ഭഗവാന്റെ ഹരേകൃഷ്ണ മഹാമന്ത്രം പറയാൻ പറ്റില്ല, അല്ലെ? ഭഗവത്ഗീത വായിക്കാൻ പറ്റില്ല, ക്ലാസ് കേൾക്കാൻ പറ്റില്ല, ഭാഗവതം വായിക്കാൻ പറ്റില്ല, കാര്യങ്ങൾ അറിയാൻ പറ്റില്ല, മറ്റുള്ളവരൊക്കെ നമുക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഈ മനുഷ്യ ജന്മത്തിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രകൃതി ഒരു അവസരം നമുക്ക് തരുന്നത്. എന്താണ്? ഈ മനുഷ്യ ശരീരം നമുക്ക് തന്നത്, അല്ലെ? അത് വളരെ ദുർലഭമാണെന്നാണ് ഇവിടെ പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്. അത് നിങ്ങൾ ദുർലഭം എന്ന് പറഞ്ഞാൽ വെറുതെ എന്താണ് നഷ്ടപ്പെടുത്തി കളയരുത്, ദുരുപയോഗപ്പെടുത്തരുത്. നിങ്ങളത് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ 3:30 എണീറ്റിട്ട് ഇങ്ങനെയുള്ള സത്സംഗത്തിലൊക്കെ, അല്ലെ, പങ്കെടുക്കുന്നത്. ഈ മനുഷ്യ ശരീരം ഭൗതിക പ്രകൃതി നൽകുന്ന വലിയൊരു ഇളവാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ആളുകൾ വളരെ വിഡ്ഢികളുമാണ്. ഈ മനുഷ്യ ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പൂച്ചകളെയും നായ്ക്കളെയും പോലെ ഇന്ദ്രിയ പ്രീതിക്കായി അവർ ഈ ശരീരത്തെ ഏർപ്പെടുത്തുന്നു. അതിനാൽ ശാസ്ത്രം പറയുന്നു, അല്ലെ, ഈ മനുഷ്യ ശരീരം തസ്മാത് ഗുരും പ്രബുദ്ധ്യതേ. അതിനാൽ ശാസ്ത്രം എന്താ പറയുന്നത്? ഈ മനുഷ്യ ശരീരം പന്നികളെയും നായ്ക്കളെയും പോലെ നശിപ്പിക്കാനുള്ളതല്ല. നയം ദേഹോ ദേഹജനം ദേഹഭജം നൃലോകെ. എല്ലാവർക്കും ഒരു ശരീരമുണ്ട്, ഭൗതിക ശരീരം. എന്നാൽ നൃലോകെ, മനുഷ്യ സമൂഹത്തിൽ ഈ ശരീരം ചീത്തയാകാനുള്ളതല്ല, അല്ലെ? നയം ദേഹോ ദേഹ ഭജം നൃലോകെ കഷ്ടൻ കാമാൻ അർഹതി വിഭുജം ഹേ. ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട് 5-ാമത്തെ സ്കന്ധത്തിൽ.
ഇന്ദ്രിയ മനുഷ്യ ജീവിതം അല്ലെങ്കിൽ ഇന്ദ്രിയ സംതൃപ്തിക്കായി രാവും പകലും ഉപയോഗശൂന്യമായി അധ്വാനിക്കുന്ന ഈ മനുഷ്യ ജീവിതം പന്നിയുടെയും നായയുടെയും കാര്യമാണ്. അതുപോലെയാണ്. അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പന്നിയും നായയും പോലെ ജീവിക്കുന്ന ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി അവർ രാവും പകലും ഒരേ കാര്യം ചെയ്യും. അതിനാൽ മനുഷ്യ സമൂഹത്തിൽ വിഭജന വ്യവസ്ഥ ഉണ്ടായിരിക്കണം. അതിനെയാണ് വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത്. അതാണ് വേദനാഗരികത. അതിനെയാണ് ആര്യ സമാജം എന്ന് വിളിക്കുന്നത്. ആര്യ സമാജം എന്നാൽ വിഡ്ഢിയും ആയിത്തീരുകയും ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയുമല്ല. പിന്നെയോ അതാണ് അനാര്യ. അങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഭഗവാനെ നിഷേധിക്കുന്ന ആരാണ്? അനാര്യന്മാരാണ്. അതാണ് ഭഗവാൻ ഒരു പ്രാവശ്യം അർജുനനോട് ചോദിച്ചു, നീ അനാര്യനെ പോലെയാണ് സംസാരിക്കുന്നത്, നീ അനാര്യനെ പോലെയാണ് ചിന്തിക്കുന്നത് എന്ന് ഭഗവാൻ ഒരു പ്രാവശ്യം നമ്മുടെ അർജുനനോട് പറയുന്നുണ്ട്. അതാണ് അനാര്യ. ഭഗവാൻ അർജുനനെ ശാസിച്ചതുപോലെ അനാര്യ ജുഷ്ടം, നീ അനാര്യനെ പോലെയാണ് സംസാരിക്കുന്നത്. കൃഷ്ണാബോധത്തിൽ അല്ലാത്തവർ അനാര്യനാണ്. അപ്പൊ കൃഷ്ണാബോധത്തിൽ ഇല്ലാത്തവരെല്ലാവരും തന്നെ അനാര്യനാണ്. ഭഗവാന് ഇഷ്ടമുള്ള രീതിയിലല്ല അവര് ജീവിക്കുന്നതെന്ന് അർത്ഥം. അനാര്യ. ആര്യ എന്നാൽ കൃഷ്ണാബോധത്തിൽ മുന്നേറുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ യഥാർത്ഥത്തിൽ ആര്യ സമാനൻ എന്നാൽ കൃഷ്ണാബോധമുള്ള വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ വ്യാജം ആര്യ സമാനം. കാരണം ഇവിടെ ഭഗവത്ഗീതയിൽ നിന്ന് ഭഗവാൻ അർജുന എന്ന് പറയുന്നു ശാസിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ, തന്റെ കടമ എന്താണെന്ന് അറിയാത്തതിനാൽ വീണ്ടും അർജുനൻ ഇവിടെ സമ്മതിക്കുകയാണ്. കാർപ്പണ്യ ദോഷവും പഹത സ്വഭാവം. അതെ, ഞാൻ അനാര്യനായി, കാരണം ഞാൻ എന്റെ കടമ മറന്നു. അതിനാൽ യഥാർത്ഥത്തിൽ ആര്യ സമാജ എന്നാൽ കൃഷ്ണബോധമുള്ള സമൂഹം, കൃഷ്ണനുള്ള ഇന്റർനാഷണൽ സൊസൈറ്റി, അതാണ് ആര്യ, വ്യാജമല്ല. അപ്പൊ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. അവിടെ പ്രഭുപാദര് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഗോഡ് കോൺഷ്യസ് എന്നിട്ടില്ല. പിന്നെ എന്താണ്? അവിടെ ഒരു സംശയം വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് തന്നെ പേരിട്ടത്. കാര്യം എന്താണ്? കൃഷ്ണൻ ആണ് ഈശ്വരൻ, ദൈവം, ഗോഡ് എന്ന് സ്പഷ്ടമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ പേരിട്ടത്. അല്ലെങ്കിൽ പിൽക്കാലത്ത് ഈ കലികാലത്തില് പലതും നടക്കുന്ന അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ ആൾക്കാര് ഈ ഗോഡ് കോൺഷ്യസ് ഒക്കെ അവർ മാറ്റി വേറെ എന്തെങ്കിലും പരിവാഹി കളയുന്ന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അന്ന് അത് അമേരിക്കയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തത്. എങ്ങനെ? കൃഷ്ണ കോൺഷ്യസ് തന്നെ രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇത്രയും രക്ഷപ്പെട്ടു വരുന്നത്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് ഈ മാറ്റങ്ങൾ സംഭവിച്ചതിന് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് അവരതെല്ലാം മാറ്റിമറിച്ച് അപ്പൊ അതിനൊരു അവസരം കൊടുക്കാതിരിക്കാനാണ് പ്രഭുപാദർ എന്നെ അന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് ഇവിടെ അർജുനൻ സ്വയം വിശദീകരിക്കുന്നു. അതെ, കാർപ്പണ്യ ദോഷവും, ഞാൻ എന്റെ കർത്തവ്യം മറക്കുന്നതിനാൽ ഉപഹത സ്വഭാവ, എന്റെ സ്വാഭാവിക പ്രവണതകളിൽ ഞാൻ അന്താളിച്ചു. ഒരു ക്ഷത്രിയൻ എപ്പോഴും സജീവമായിരിക്കണം. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അവർ വളരെ ആവേശഭരിതരായിരിക്കണം. ഒരു ക്ഷത്രിയൻ മറ്റൊരു ക്ഷത്രിയൻ എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് അവന് നിരസിക്കാൻ കഴിയില്ല. അവർ യുദ്ധം ചെയ്തു തന്നെ തീരണം. അതെ, ഒന്ന് വരൂ, പോരാടൂ, വാളെടുക്കൂ, ഉടനെ ഒന്ന് വരൂ. അതാണ് ക്ഷത്രിയൻ. അവര് തീർച്ചയായിട്ടും വാളെടുത്തിരിക്കും. അതാണ് ക്ഷത്രിയ സ്വഭാവം. ഇപ്പോൾ അവൻ യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുന്നു. അതുകൊണ്ട് അവന് മനസ്സിലാക്കാൻ കഴിയും. അർജുനൻ ഇപ്പോ യുദ്ധം ചെയ്യാനായിട്ട് വിസമ്മതിച്ചിരിക്കുകയാണ്. തന്റെ കടമ, ക്ഷത്രിയ കർത്തവ്യം മറക്കുകയാണ്. അതിനാൽ അവൻ സമ്മതിക്കുന്നു. അതെ, അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ കാർപ്പണ്യ ദോഷ ബഹന സ്വഭാവ, എന്റെ സ്വാഭാവിക കടമ ഞാൻ മറക്കുകയാണ്. അതിനാൽ ഞാൻ പിശുക്കനായി. അതിനാൽ എന്റെ കാര്യം എന്താണ്? ഞാൻ യുദ്ധം ചെയ്യേണ്ടതാണ്. ഞാൻ അത് പിശുക്കിയിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പിശുക്കനാകുമ്പോൾ അത് ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ കടമ എന്താണ്? എന്നിട്ട് കഴിയുന്ന ഒരാളുടെ അടുത്തേക്ക് പോകും. നമ്മളുടെ അസുഖം വരുമ്പോൾ നമ്മളൊരു ഫിസിഷ്യനെ ഡോക്ടറെ അടുത്ത് പോകുന്നു. സാർ, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇപ്പോൾ ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു. ഇത് നമ്മുടെ കടമയാണ്. അതുപോലെ നാം നമ്മുടെ കർത്തവ്യങ്ങളിൽ ആശയക്കുഴപ്പത്തിലാകുമ്പോൾ, നമ്മുടെ കടമകൾ മറക്കുമ്പോൾ മേലുദ്യോഗസ്ഥന്റെ അടുത്ത് ചെന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ കൃഷ്ണനേക്കാൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തി ആരുണ്ട്? നമുക്ക് ഭഗവാനോട് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് എന്റെ കടമയാണ്. ഞാനിപ്പോൾ എന്റെ കർത്തവ്യത്തിൽ വീഴുകയാണ്. അതിനാൽ ഇത് നല്ലതല്ല. അതിനാൽ എന്നേക്കാൾ ശ്രേഷ്ഠനായ ആരോടെങ്കിലും ഞാൻ ചോദിക്കണം. അതാണ് കടമ. നമുക്കൊരിക്കലും നമുക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചൊന്നും വരില്ല. അത്രയും ബുദ്ധിയുള്ളവരൊന്നും അല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് അത് വർക്ക് ചെയ്യില്ല.
അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, നമ്മള് അല്ലെ ഇത് വിവരമുള്ള ആരോടെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യണം, ചോദിക്കണം. നമ്മളൊരു അസുഖം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് പോലെ നമുക്കൊരു വിഷമം വരികയോ നമുക്കൊരു പ്രതിസന്ധി വരികയോ ചെയ്യുമ്പോൾ അതെങ്ങനെ മറികടക്കാമെന്ന് നമ്മുടെ ആചാര്യന്മാരോട് ചോദിക്കണം, നമ്മുടെ ഗുരുക്കന്മാരോട് ചോദിക്കണം, നമ്മുടെ ദീക്ഷാ ഗുരുവിനോട് ചോദിക്കണം. അല്ലെ, ദീക്ഷാ ഗുരു എന്താണോ പറയുന്നത് അത് ഭഗവാന്റെ അഭിപ്രായമാണ്. അതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉയർച്ച മാത്രമേ ഉണ്ടാകൂ. തദ്വിജ്ഞാനാർത്ഥം സഗുരും ഏവ അഭിഗച്ഛേത്. ഇതാണ് വൈദിക ധർമ്മം. അല്ലെ, മുണ്ടകോപനിഷത്തിൽ പറയുന്നത്. എല്ലാവരും ആശയക്കുഴപ്പത്തിലാണ്, എല്ലാവരും ഈ ഭൗതിക ലോകത്ത് കഷ്ടത അനുഭവിക്കുന്നു, ആശയക്കുഴപ്പത്തിലാണ്. എന്നാൽ വിശ്വസ്തനായ ഒരു ഗുരുവിനെ അന്വേഷിക്കണം. അതാണ് കാർപ്പണ്യ ദോഷം, അതാണ് കാർപ്പണ്യം. ഇവിടെ അർജുനൻ കാർപ്പണ്യ ദോഷത്തിൽ നിന്ന് പുറത്തു വരുന്നു. എങ്ങനെ? ഭഗവാനോട് ചോദിച്ചു, അല്ലെ, കൃഷ്ണനോട് ചോദിച്ചു. പൃച്ഛാമിത്വം, എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, നീയാണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, അത് എനിക്കറിയാം. ഭഗവാൻ കൃഷ്ണനാണ്. അതിനാൽ ഞാൻ ആശയക്കുഴപ്പത്തിലാണ്, യഥാർത്ഥത്തിൽ ഞാൻ എന്റെ കടമ മറക്കുകയാണ്. അതിനാൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് ആര് ചോദിച്ചത്? അർജുനൻ ചോദിച്ചത്. അപ്പൊ അർജുനന് മനസ്സിലായി, അല്ലെ, ഞാൻ അദ്ദേഹത്തിനെ ഗുരുവായിട്ട് സ്വീകരിക്കണമെന്നും അദ്ദേഹത്തിന്റെ ആജ്ഞകൾ അനുസരിക്കണമെന്നും അല്ലെ അദ്ദേഹത്തിന് മനസ്സിലായി. അതിനാൽ നമ്മൾ പരമപുരുഷനെ സമീപിക്കും, അതായത് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധി. മറ്റുള്ളവരെല്ലാം വിഡ്ഢികളും. നമ്മള് ഭഗവാൻ കൃഷ്ണന്റെ പ്രതിനിധി അല്ലാത്ത ഒരു വ്യക്തിയെ, ഗുരുവിനെ സമീപിക്കുകയാണെങ്കിൽ നമ്മളൊരു ദുഷ്ടനെയാണ് സമീപിക്കുന്നത്. നമുക്ക് എങ്ങനെ പ്രബുദ്ധനാക്കാൻ പറ്റും? അല്ലെ, നമ്മളെ കൃഷ്ണനെയോ അതിന്റെ പ്രതിനിധിയോ സമീപിക്കണം, അതാണ് വേണ്ടത്. വിജ്ഞാനാർത്ഥം സഗുരും ഏവ അഭിഗച്ഛേത്. അപ്പോൾ ആരാണ് ഗുരു? അല്ലെ, സമ്യക് പാണി ശ്രോത്രീയം ബ്രഹ്മനിഷ്ഠം. ഒരു ഗുരു പൂർണ്ണ കൃഷ്ണാബോധമുള്ളവരായിരിക്കണം, ബ്രഹ്മനിഷ്ഠം. ഇപ്പം ശ്രോത്രീയം. ശ്രോത്രിയം എന്ന വാക്കിനർത്ഥം, ശ്രോത്രിയം എന്താണ്? പഠിത്താൽ അറിവ് നേടിയവൻ. അല്ലെ, അദ്ദേഹം ശ്രോത്രിയം എന്ന് പറഞ്ഞാല് ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് നേടിയവൻ എന്നാണ്. ഉന്നത അധികാരികളിൽ നിന്ന് കേട്ട അറിവ് നേടിയവൻ. അല്ലെ, അതായത് പരമ്പരയിലൂടെ അറിഞ്ഞവൻ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജശ്രീയോ വിദുഹ. പരമ്പരയിൽ നിന്ന് എന്താണോ കേട്ടറിഞ്ഞത് അദ്ദേഹം രാജശ്രീയാണ്. അതിനാൽ ഇവിടെ നാം അർജുനനിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നാം ആശയക്കുഴപ്പത്തിലാകുമ്പോൾ, നമ്മുടെ യഥാർത്ഥ കടമ മറക്കുമ്പോൾ, അതിനാൽ നാം ആശയക്കുഴപ്പത്തില്, അല്ലെ, അർജുനൻ ചെയ്യുന്നത് പോലെ ഭഗവാനെ സമീപിക്കുക എന്നതാണ് നമ്മുടെ കടമ. അപ്പോൾ നമ്മള് കൃഷ്ണൻ എവിടെ എന്ന് അന്വേഷിക്കണം. അല്ലെ, അവിടെ ഭഗവാൻ അവിടെ ഇല്ലെങ്കിലോ ഭഗവാന്റെ പ്രതിനിധി ഉണ്ടാവും. അല്ലെ, അതാണ് നമ്മുടെ ആചാര്യന്മാരാണെങ്കിലും ഉണ്ടാവും. വിജ്ഞാനാർത്ഥം സഗുരും ഏവ അഭിഗച്ഛേത്. അല്ലെ, അതാണ് മുണ്ടകോപനിഷത്ത് പറയുന്നത്. ഗുരുവിനെ സമീപിക്കണം. ഗുരു എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഗുരു തേനേ ബ്രഹ്മഹൃദയ ആദികവയെ മുഹ്യന്തി യത് സൂരയ. അല്ലെ, ജന്മാദ്യസ യഥാ അന്വയാ ഇതരദശ്ച അർദ്ധേഷു അഭിജ്ഞാസ്വരാട്. നമ്മളെ സമീപിക്കണം, അതാണ് ഗുരു. അതിനാൽ നമ്മൾ പരിഗണിക്കുന്നു, നമ്മൾ ബ്രഹ്മത്തെ എടുക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ജീവിയായതിനാൽ ബ്രഹ്മാവ്, അതിനാൽ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കും. അല്ലെ, നമ്മളെ പിന്തുടരുന്നത് ബ്രഹ്മകോടി മാധവ സമ്പ്രദായം. അല്ലെ, അപ്പൊ ബ്രഹ്മദേവിൽ നിന്ന് വന്ന സമ്പ്രദായത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്, ഇസ്കോൺ നിലകൊള്ളുന്നത്. ആദ്യത്തെ ജീവിയായതിനാൽ അദ്ദേഹത്തെ ഗുരുവായി അംഗീകരിക്കുന്നു. അദ്ദേഹം പകർന്നു തന്നു. നമ്മൾ ബ്രഹ്മസമ്പ്രദായത്തിൽപ്പെട്ടതുപോലെ 4 ആചാരങ്ങളുണ്ട്. ബ്രഹ്മസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം. അല്ലെ, പിന്നെ വേദം തൊടുക. അല്ലാത്ത പക്ഷം വേദങ്ങൾ നമുക്ക് എന്ത് മനസ്സിലാകും? അല്ലെ, വേദത്തിൽ നിന്നല്ല നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതിനാൽ വേദങ്ങൾ പറയുന്നു തദ്വിജ്ഞാനാർത്ഥം സഗുരും. വേദം മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഗുരുവിനെ സമീപിക്കണം. നമ്മൾ സ്വന്തമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അത് യഥാർത്ഥമായിട്ടുള്ള മനസ്സിലാക്കലാണ്. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള മനസ്സിലാക്കൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗുരുവിൽ നിന്ന്, ഗുരു എന്താണോ പറയുന്നത് അത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട്, അല്ലെ, അത് അങ്ങ് സ്വായത്തമാക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് വലിച്ചെടുക്കണം. അതില് അല്പം പോലും വെള്ളം ചേർക്കാതെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നർത്ഥം. അല്ലെ, അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് അസംബന്ധമാണ്. തദ്വിജ്ഞാനാർത്ഥം സഗുരും. വേദം മനസ്സിലാക്കാൻ നമ്മൾ ഒരു ഗുരുവിനെ സമീപിക്കണം. പിന്നെ എന്താണ് ഈ വേദം? വേദേശ സർവൈരഹമേവ വേദ്യം. 15ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. അല്ലെ, സർവസുചാഹം. വേദങ്ങൾ അർത്ഥമാക്കുന്നത്, വേദങ്ങൾ പഠിക്കുക എന്നാൽ ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കുകയും ഭഗവാനിൽ കീഴടങ്ങുകയും ചെയ്യുക എന്നതാണ്. അല്ലെ, ഇതാണ് വേദജ്ഞാനം. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് വേദാന്തം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് അല്ലേ? ഭഗവാനെ മനസ്സിലാക്കാൻ അതാണ് വേദാന്തം. വേദങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ അവസാനം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം. അതാണ് വേദാന്തം അല്ലേ? അതാണ് വേദജ്ഞാനം. ഇവിടെ അർജുനൻ ആ പ്രപന്നം പറയുന്നു. ഇപ്പോൾ ഞാൻ നിനക്ക് കീഴടങ്ങുകയാണ്. ഞാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് പോലെ നിന്നോട് സമനിലയിൽ സംസാരിക്കാൻ പോകുന്നില്ല. അവൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അവൻ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ ചിന്തിക്കുകയായിരുന്നു. അവൻ ചിന്തിക്കുകയായിരുന്നു പ്രദുഷ്യന്തി കുലസ്ത്രീയ, എല്ലാവരും എങ്കിൽ ഇത് മെറ്റീരിയൽ പോയിന്റാണ്, അല്ലെങ്കിൽ എന്താണ് ഭൗതികമായിട്ടുള്ള പോയിന്റാണ്. എന്നാൽ വേദജ്ഞാനം ആത്മീയമാണ്, ഉത്തമവുമാണ്. തസ്മാത് ഗുരും പ്രബുദ്ധേത ജിജ്ഞാസു ശ്രേയ ഉത്തമം ശബ്ദേ പരാച നിസ്നാതം ബ്രഹ്മണി ഉപാസമാശ്രയം അല്ലെ? ശ്രീമദ് ഭാഗവതത്തിലെ 11ാമത്തെ സ്കന്ധത്തില് 3ാമത്തെ അധ്യായത്തില് 21ാമത്തെ ശ്ലോകമാണ്. തസ്മാത് ഗുരും പ്രബുദ്ധേന ജിജ്ഞാസു ശ്രേയ ഉത്തമം. ഈ ശ്രേയ ഉത്തമം യത് ശ്രേയ ശ്രേയാത് നിശ്ചിതം അല്ലെ? മാറുന്ന പ്രശ്നമില്ല. ആ നിർദ്ദേശം നമ്മൾ അതുപോലെ സ്വീകരിക്കും. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നാണ് ഭഗവാൻ പറഞ്ഞത് അല്ലെ? അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ബഹുനാം ജന്മം അവന്റെ ജ്ഞാനമാൻ മാം പ്രപദ്ധ്യതേ അല്ലെ? അതിനാൽ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഒരാൾ കൃഷ്ണനോടോ അല്ലെ ഭഗവാന്റെ പ്രതിനിധിയോടോ പൂർണ്ണമായും കീഴടങ്ങണം. അപ്പോൾ ആരാണോ അത് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം വിജയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു അഹങ്കാരമുണ്ട്. എന്താണ്? നമ്മളുടെ ഇടയിൽ പലരോടും നമ്മൾ എന്താണ് ഗുരുവിനെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു ഉത്തരവാണ്. എന്താണ്? എനിക്കും ഭഗവാനും ഇടയിൽ ഞാൻ ഭയങ്കര ഭക്തനാണ്, ഞാനൊരു ഒന്നൊന്നര ഭക്തനാണ് അല്ലെ? എനിക്കും ഭഗവാനും ഇടയിൽ ഒരു മീഡിയേറ്ററുടെ ആവശ്യം എനിക്കില്ല, എനിക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാനും ഭഗവാനുമായിട്ട് ദിവസവും സംസാരിക്കാറുണ്ട്. ഞാൻ എന്തു കാര്യവും ഭഗവാനോട് സംസാരിച്ചതുപോലെ തന്നെ അല്ലേ? കഴിയത്തില്ല, നമുക്കത് തോന്നുകയാണ്. നമ്മുടെ ആ സ്വപ്ന ലോകത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും അല്ലേ? ഞാൻ ഭഗവാന്റെ ഭയങ്കര ഭക്തനാണ്. പലരും വിചാരിച്ചിരിക്കണം ഞാൻ ഭയങ്കര ഭക്തനാണ്. ഒന്നുമല്ല അല്ലേ? അങ്ങനെ ഭക്തനാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഗുരു ഉണ്ടാവണം. എന്തിന്? ഭഗവാൻ പോലും നമ്മളെ കാണിച്ചു തന്നില്ലേ ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ട്. അദ്ദേഹത്തിന് വല്ല ആവശ്യമുണ്ടോ? ഈ ഗുരുവിന് എന്താണ് ആ ജ്ഞാനം മുഴുവൻ കൊടുത്തത് ഇതേ ഭഗവാനാണ് അല്ലേ? ആ ഭഗവാനാണ് ആ ഗുരുവിന്റെ ശിഷ്യനായിട്ട് അവിടെ പോയിരുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കുന്നത് അല്ലെ? എന്തിനാണ്? നമുക്കത് പഠിപ്പിച്ചു തരാൻ വേണ്ടി, നമ്മളത് ശീലിക്കാൻ വേണ്ടിയാണ് അല്ലെ? തഥാ എന്താണ് രാജ തഥാ യഥാ രാജ തഥാ എന്താണ് പ്രജ എന്നല്ലേ പറയാം അല്ലേ? നമ്മളെ ഭഗവാൻ എന്താണോ നമുക്ക് കാണിച്ചു തരുന്നത് അതേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളെ ഗുരുക്കന്മാർ നമ്മൾ എന്താണോ കാണിച്ചു തരുന്നത് അതേ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഭഗവാനെ തന്നെ സ്വീകരിക്കുമ്പോ നമ്മളും ഒരു ആത്മീയ ഗുരുവിനെ സ്വീകരിക്കണം. ഇത് വളരെ 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 പ്രധാനം. ഇപ്പോൾ നമ്മളത് സ്വീകരിച്ചില്ല എങ്കിൽ നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും. എന്നിട്ട് ഏതെങ്കിലും ഒരു ജന്മത്തിൽ, ഒരു മനുഷ്യജന്മം ഇനി കിട്ടണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണമെന്നറിയാം? എത്രയോ ജന്മങ്ങൾ കാത്തിരിക്കണമെന്നറിയാം? അത് കഴിഞ്ഞിട്ട് കുറേ ജന്മങ്ങൾ കഴിയുമ്പോ നമ്മൾ പുണ്യങ്ങളൊക്കെ ആർജിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പശുവായിട്ട് ജനിക്കാൻ പറ്റും. ആ പശുവായിട്ട് ജനിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒരു മനുഷ്യനായി ജന്മം കിട്ടുന്നത് അല്ലെ? അപ്പൊ ഇത്രയും കാലം നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും അല്ലെ? കലിയുഗമാണ്. അങ്ങോട്ട് പോകുമ്പോൾ വളരെ പ്രയാസമാണ് ഈ കലിയുഗത്തിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോ ആത്മീയമായിട്ട് ഉയരാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ദുഷ്ടന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ലോകത്ത് അല്ലെ? കർമ്മികൾ മാത്രമേ ഉണ്ടാവൂ. ഭഗവാന്റെ ആൾക്കാരൊക്കെ വളരെ ചുരുക്കം. അവരൊക്കെ നേരത്തെ സ്ഥലം വിട്ട് വീട്ടിലെത്തും അല്ലെ? അവരവർ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്പം പോലും സമയം നമ്മൾ കളയാൻ പാടില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഗുരുവിനെ സ്വീകരിക്കാനുള്ള ഒരു വഴി നോക്കിക്കോണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും രക്ഷപ്പെടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ആവശ്യമല്ലേ അല്ലെ? അതിങ്ങനെ ഇങ്ങനെ ഗുരു ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും പ്രഭുപാദർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? നമ്മളെ ഗുരുക്കന്മാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ ആചാര്യന്മാരെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ്? നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു പ്രാവശ്യം ഒന്നും കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുക, വളരെ സീരിയസ് ആവുക. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ശരി, ഇന്ന് മുതൽ
ഞാൻ എന്താണ് ഗുരു ആശ്രയം എടുക്കാനുള്ള എല്ലാ വഴിയും ഞാൻ നോക്കുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെ കാണും ഫാസ്റ്റ് ആയിട്ടായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യും. ഇനി ഒട്ടും വൈകിക്കാതെ എത്രയും പെട്ടെന്ന് എന്താണ് ഒരു ഗുരുവിനെ സ്വീകരിക്കേണ്ട വഴി നോക്കുക. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒന്ന് വാ തുറന്ന് ചോദിച്ചാൽ മാത്രം മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. പ്രഭു ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭു, സംശയം പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഏതായാലും ചെറിയൊരു ഡൗട്ട് അതിനിടയ്ക്ക് വന്നു. ഹരേ കൃഷ്ണ. ചോദിച്ചോളൂ. പ്രഭു പറഞ്ഞ് നമ്മള് പണത്തിനകത്ത് ഇച്ചിരി ഇത് കാണിക്കുന്നത് നമ്മള് പിശുക്കരാണെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ പ്രഭു? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പം നമ്മള് കാശ്, ഇപ്പൊ ഒരാളെ പൈസ ഇല്ല, ആള് ഭഗവാന് വേണ്ടി എന്താ അറിഞ്ഞു കൊടുക്കുന്നുണ്ട്, ആളപ്പം ഒരിക്കലും ഇല്ല. ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും തൂർത്ത്. ഹരേ കൃഷ്ണ. ഭഗവാൻ എത്ര കൊടുത്താലും ഭഗവാൻ ഒരു 3 ഇരട്ടി തിരിച്ചു തരും. അതിനു വേണ്ടിയല്ല കേട്ടോ. അങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ പറയുന്നത് വാസ്തവം അതാണ്. നമുക്ക് ആ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ കാശ് നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു ഉത്സവത്തിന് കുറച്ച് കാശ് കൊടുക്കാൻ താല്പര്യമുണ്ട്. ഭഗവാന്റെ കാര്യമല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ രഥോത്സവം നടന്നു അല്ലേ, എനിക്കൊരു 1000 രൂപ കൊടുക്കണമെന്ന് വലിയ താല്പര്യമാണ്. പക്ഷെ എന്റെ കയ്യിൽ ഇല്ല. പക്ഷെ ആ എങ്ങനെയെങ്കിലും വഴി, നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ആ കാശ് നമ്മുടെ കയ്യിൽ വരും, നമുക്കത് കൊടുക്കാൻ പറ്റും. ആ മനസ്സ് ഉള്ളിലിരിക്കുന്ന ഭഗവാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഭഗവാനാണോ കാശിന് പഞ്ഞം അല്ലേ? ഭഗവാൻ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുതരും. ഭഗവാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. പക്ഷെ ഭക്തന്മാര് സ്നേഹമായിട്ട് കൊടുക്കുമ്പോൾ ഭഗവാൻ അത് വലിയ ഇഷ്ടമാണ്. അത് സ്വീകരിക്കാനാണ് ഭഗവാൻ ഇഷ്ടം. കാര്യം എന്താണ്? എല്ലാം ഞാൻ തന്നതല്ലേ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അല്ലേ? ഇതിൽ നിന്നൊരു ഇച്ചിരി എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഞാന് ഡൗട്ടല്ല, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പം പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ഭഗവാന്റെ കൃപയാൽ നമുക്ക് വരുന്നതാണ്. അത് കൈ വെക്കാൻ പാടില്ല, കൊടുത്തേക്കണം. അപ്പൊ അത്യാവശ്യം വരുമ്പോ ഭഗവാൻ അത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഉത്തരവാദില്ല, എന്നിട്ട് പൈസ ഉണ്ടോ നീ എങ്ങനെ ചെയ്തോളൂ എന്ന് പറയുന്നത് ശരിയാണോ? ലാസ്റ്റ് പാർട്ട് ഒന്നും കൂടെ പറഞ്ഞ പ്രഭു. അതായത് പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വരുന്നതാണ്. ബാക്കി കൊടുത്തോളണം ഭഗവാന് വേണ്ടി. അങ്ങനെ പൈസ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്താ വിചാരിക്കുന്ന? ലക്ഷ്മിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അപ്പൊ നീ തന്നെ എല്ലാം ചെയ്തോളൂ എന്ന് വിചാരിക്കുന്നത് ശരിയല്ലേ? ശരിയാണ്. അപ്പോ ഭഗവാൻ എപ്പോഴും നോക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്നതല്ല ഭഗവാൻ നോക്കുന്നത്, നമ്മൾ എന്തുമാത്രം പതുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ പുറകിൽ കുറെ പതുക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഭഗവാൻ നോക്കുന്നത്. എന്നാൽ ഇനി എത്രയും വച്ചിട്ട് എനിക്ക് ഇത്രയല്ലേ തന്നുള്ളൂ എന്നാണ് അല്ലേ? എത്രമാത്രം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അത്രമാത്രം നമുക്ക് ഭഗവാൻ തന്നുകൊണ്ടിരിക്കും വേറെ വഴിക്കൂടെ. അത് ലക്ഷ്മിയാണ്. കാര്യം എന്താണ്? ലക്ഷ്മി അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ നമ്മളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഗൃഹസ്ഥരാണ്. നമ്മുടെ ഗ്രഹം നോക്കാനുള്ള കാര്യം നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചിലവാക്കാനായിട്ട് അല്ലേ? അതുപോലും അത് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഭഗവാൻ സേവ ചെയ്തിട്ട് ഒരു കഥയുമില്ല അല്ലേ? അത് നമുക്ക് തെറ്റാണ്. കാര്യം ഭഗവാൻ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിനെ പോറ്റാനുള്ളത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കാൻ. 50% നമുക്ക് മാറ്റി വെക്കാമല്ലോ. 50% നമുക്ക് ഭഗവാൻ കൊടുക്കാം, കുഴപ്പമില്ല അല്ലേ? നമുക്ക് വേണ്ടി ഒരു 50% നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി 50% മാറ്റി വെക്കാം. മറ്റുള്ള മതങ്ങളൊക്കെ ആണെങ്കിൽ അവര് ഒരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാ മാസവും അവർ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണമെന്ന് നിർബന്ധമാണ്. നമ്മൾ അങ്ങനെ പിടിച്ചു പറിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല അല്ലേ? നമ്മൾ എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കണം. ഓരോരുത്തർക്കും എന്താണോ തോന്നുന്നത് അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ആരെയും നിർബന്ധിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം. പ്രണാം പ്രഭുജി. ഗുരുവിന്റെ കാര്യം പറഞ്ഞു. ഞാൻ വർഷങ്ങളായിട്ട് ഇസ്കോണിലുള്ള ആളാണ്. അപ്പൊ എന്റെ കൂടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ആൾക്കാരും ഞാൻ പരിചയപ്പെട്ട പല ആൾക്കാരും ഈ ദീക്ഷ എടുത്ത ആൾക്കാർ പതിച്ചിട്ടുണ്ട്. അതായത്